പ്രിയമുള്ളവരെ, ഈ ഒരു കൊച്ചു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്ന വാർത്ത കൽപ്പകഞ്ചേരി തേമ്പലം തോട്ടായി നൂറുൽ ഇസ്ലാം മദ്രസ അങ്കണത്തിൽ കഴിഞ്ഞ നിവേദന പരിപാടിയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധയിൽപ്പെട്ട ഒരൽപ്പം കാഴ്ചകളാണ്. നൂറുൽ ഇസ്ലാം മദ്രസയിൽ 40 വർഷത്തോളമായിട്ട് ആത്മീയ അറിവുകൾ കുരുന്നുകൾക്ക് പകർന്നു നൽകിയ 2 ഉസ്താദുമാർ ഈ മദ്രസയുമായി അവരുടെ പ്രായാധിക്യത്തിലും രോഗസംബന്ധമായ കാര്യങ്ങളാൽ മദ്രസയിലുള്ള മൂല്യം പ്രവർത്തനം തൽക്കാലം നിർത്തിവെച്ചിരുന്നു. എങ്കിലും അത്രയേറെ നാളുകൾ തങ്ങളുടെ പൊന്നോമന മക്കൾക്ക് ആത്മീയ അറിവുകൾ പകർന്നു നൽകുന്നതിൽ വലിയ പങ്കാളിത്തം വഹിച്ച ഉസ്താദുമാരെ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബിദിനവുമായി ബന്ധപ്പെട്ട് അവർ ആദരിക്കുന്ന ചടങ്ങ് ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ 2 പേരാണ് ആദരിക്കപ്പെട്ടത്. ഒന്ന് KK പുറത്ത് ഇമ്പിച്ച് കോയ തങ്ങളും, 2 കുരിക്കളകത്ത് അബ്ദുൽ ലത്തീഫ് എന്ന കുഞ്ഞാവ് ഉസ്താദായിരുന്നു. അതിൽ കുഞ്ഞാവ് ഉസ്താദിനെ ആദരിക്കുന്ന ചടങ്ങുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞാവ് ഉസ്താദ് ശാരീരികമായിട്ട് ചില രോഗസംബന്ധമായ വിഷയങ്ങളാൽ എഴുന്നേറ്റ് നടക്കുന്നതിന് ചില പ്രയാസങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിൽ വന്നാണ് മദ്രസ പ്രസിഡന്റ്, അതുപോലെ സെക്രട്ടറി, സദർ മൗലവി, മറ്റുള്ള ഉസ്താദന്മാരെല്ലാവരും കൂടി വീട്ടിലെത്തി ആദരിച്ചു. നമ്മുടെയൊക്കെ പൊന്നോമന മക്കൾക്ക് ഇരുലോകത്തും ഉപകാരപ്രദമാകുന്ന ആത്മീയ അറിവുകൾ പകർന്നു നൽകുന്ന മുഅല്ലിമീങ്ങൾ തളർന്നു പോകുമ്പോൾ, പ്രായാധിക്യത്താൽ ഇരുന്നു പോകുമ്പോൾ അവരെ ഇതുപോലൊക്കെ ഓർക്കാനൊക്കെ ഉള്ള മനസ്സ് സമൂഹത്തിലേക്ക് എത്തിക്കണം എന്നൊരു തിരിച്ചറിവാണ് ഈ വീഡിയോക്ക് പ്രചോദനം. രണ്ടാമതായി ആദരിക്കപ്പെടുന്നത് KK പുറത്ത് ഇമ്പിച്ച് കൊയത്തങ്ങൾ അവർകളെയാണ്. അവരാദരിക്കുന്നത് ഇവിടുത്തെ മജ്ലിസ് നൂറിനൊക്കെ നേതൃത്വം വഹിക്കുന്ന സയ്യിദ് ഫസൽ ഷാഹിദ് ഹസനി തങ്ങൾ കണ്ണന്തളി തങ്ങൾ അവർകളായിരുന്നു. ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന നെടുവഞ്ചേരി ഹാലിയജിക്ക് മജ്ലിസ് നൂറിനേക്കുള്ള നേർച്ചപ്പെട്ടി വിതരണവും ഔപചാരിക ഉദ്ഘാടന കർമ്മമാണ്. അതെല്ലാം കഴിഞ്ഞ് തങ്ങൾ മദ്രസ കോമ്പൗണ്ടിനോട് യാത്ര പറഞ്ഞ് മടങ്ങുന്ന കാഴ്ചകളാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തവണത്തെ നബിദിനത്തിന് പ്രത്യേകമായി ശ്രദ്ധയിൽപ്പെട്ട ഒരു കാഴ്ച ആയതുകൊണ്ട് തന്നെയാണ് മാന്യപ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിച്ചത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത്.